ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നല്ലൊരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതേ മാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ലപോലെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങക്ക് നല്ല പോലെ ചെറിയ നാരുകളുള്ളത് കൊണ്ട് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇനി ഞാനിതാ ഒരു പാനിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാൽ അഥവാ 500 ml പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1 ടേബിൾ സ്പൂണ് മൈദയും നമ്മൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഒരു വിസ്ക് വെച്ച് ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ തിളച്ചെടുക്കുന്ന പാലിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടകളില്ലാതെ കൈവിടാതെ നമുക്കൊന്ന് കലക്കി മാറ്റി വെക്കാം. അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളതാട്ടോ. നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള പാലും നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മാങ്കോയുടെ പൾപ്പും ഒരു 3 ടേബിൾ സ്പൂണ് തിളപ്പിച്ചാറിയ പാലും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പോലെ നല്ല സ്മൂത്താക്കി നമ്മളിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു എയർ കയറാത്ത ഒരു ബോക്സിലാക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ നൈറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് എന്ത് ചെയ്തു, വീണ്ടും മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്തിട്ട് നമ്മൾ ഓവർ നൈറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാംഗോ ഐസ്ക്രീം അത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്ന